ബിനോയ് വിശ്വം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. ദേശീയ തലത്തിൽ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ നടത്തുന്ന നീക്കങ്ങളെ അടക്കം രാഷ്ട്രീയമായി നേരിടുകയാണ്. ബിജെപിയെ പിടികൂടിയ പരാജയപതിയാണ് ബിജെപി നയിക്കുന്നത്. ഈ പരാജയപതിയാണ് ബിജെപിയെ കൊണ്ട് വലിയ വായിൽ വീണ്ടും വരും എന്ന് പറയിപ്പിക്കുന്നത്. മോദിയുടെ ഓരോ വാക്കും ഓരോ പ്രവൃത്തികളും നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ ദയവായിട്ട് വായിക്കാനും കേൾക്കാനും കിട്ടും. ഹിറ്റ്ലറുടെ പ്രസ്താവനകൾ, ഹിറ്റ്ലർ രാഷ്ട്രീയ അന്ത്യത്തിൻ്റെ അവസാന കാലത്ത് എങ്ങനെ പ്രസംഗിച്ചു, എങ്ങനെ എഴുതി, എങ്ങനെ പറഞ്ഞു, അവകാശവാദം എങ്ങനെ മുഴക്കി, അതെല്ലാം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അത്ഭുതപ്പെടുത്തുന്ന സദൃശ്യം കാണാൻ കഴിയും. അത്ഭുതമുണ്ടായി പോകുന്നത്. അതുകൊണ്ട് ഞാൻ ചുരുക്കം പറയുന്നു, ബിജെപിക്ക് വാസ്തവത്തിൽ ദേശീയത എന്ന വാക്ക് വെച്ചിട്ടുള്ള അവകാശമില്ല. ഇറ്റലിയിലെ മുസോളിനിയെ കണ്ടുണ്ടായ പാർട്ടിയാണ് RSS, സംഘടനയാണ് RSS. മുസോളിനിയെ കണ്ടുണ്ടാക്കിയതാണ് RSS. ഹിറ്റ്ലറാണ് മാതൃക എന്ന് പറഞ്ഞ സംഘടനയാണ് RSS. ആ RSSന്റെ രാഷ്ട്രീയ മുഖം മാത്രമാണ്. ദേശീയ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് BJP രാഷ്ട്രീയം കളിക്കുന്നു എന്നതാണ് പ്രധാനമായും CPI ഉന്നയിക്കുന്ന ആരോപണം. EDയെ വേട്ടപ്പട്ടിയാക്കി മാറ്റി. ഒപ്പം കോൺഗ്രസ് BJP ഐക്യത്തെ തോൽപ്പിച്ച് മതേതര ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ജനം ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമെന്ന നിലപാടൊക്കെയാണ് CPI എടുക്കുന്നത്. ആദായ നികുതി വകുപ്പിൻ്റെ വെല്ലുവിളി നേരിടുന്നത് രാജ്യത്ത് കോൺഗ്രസ് മാത്രമല്ല, CPIയുമുണ്ട്. CPIയോടും പണം തിരികെ അടയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ടാക്സ് അടയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ആദായ നികുതി വകുപ്പിൻ്റെ നോട്ടീസ് എത്തിയിരിക്കുന്നു. ഇതോടുകൂടി വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് CPI ദേശീയ തലത്തിൽ നേരിടുന്നത്. അത് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ പ്രചരണ രംഗത്തെയും അത് ബാധിച്ചിട്ടുണ്ട് എന്നതാണ് ബിനോയ് വിശ്വം വ്യക്തമാക്കുന്നത്. ഞങ്ങളുടെ പാർട്ടിക്ക് ഏതെങ്കിലും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ പണം കിട്ടുന്നില്ല. ബഹുമാനപൂർവ്വം CPI പറയും, കോർപ്പറേറ്റ് ഫണ്ട് വേണ്ട എന്ന് ആദ്യമായി പറഞ്ഞ പാർട്ടിയാണ് CPI. ഒറ്റ പൈസ പോലും ആ വഴിക്ക് സ്വീകരിക്കാൻ കൂട്ടാക്കാത്ത പാർട്ടിയാണ് CPI. പക്ഷേ ജനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ നേരിടും. ഞങ്ങളെപ്പോലത്തെ പാർട്ടിക്ക് താങ്ങാനാകാത്ത ഭാരമുണ്ട്, സാമ്പത്തിക ഭാരം. പക്ഷെ പാർട്ടിയുടെ മിത്രങ്ങൾ, ബന്ധുക്കൾ, നീതിബോധമുള്ളവർ അവരെല്ലാം തരുന്ന സഹായത്തിന് പിൻബലത്തിൽ ഞങ്ങൾ പ്രയാസകരമായി കടമ്പയെ കടക്കും.